നന്നായിട്ടുണ്ട്. നല്ല മൂവി, എല്ലാരും കാണണം. നല്ല ത്രില്ലിംഗ് തന്നെ, പടം മൊത്തം ത്രില്ലിംഗ് തന്നെ. കൊള്ളാം, നല്ല പടം. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കണ്ടപ്പോൾ. ഒരു പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു പടമായിരുന്നു. ആസിഫ് അലി പറയണ്ട, ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം പുള്ളി ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ വാച്ച് പടമാണ്. പെർഫോമൻസും നല്ല കിടലായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസ് നന്നായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ആസിഫ് അലി, മനോജ് കെ ജയനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. BGM ഗംഭീരമായിട്ടുണ്ട്. മേക്കിംഗ് ആയാലും സൈലന്റ് മൂവിയാണ്, കൊള്ളാം, നല്ല പടം. കുഴപ്പമില്ല, നല്ല പടം. ത്രില്ലിംഗ് തന്നെ, പടം മൊത്തം ത്രില്ലിംഗ് തന്നെ. കൊള്ളാം, നല്ല പടം. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കണ്ടപ്പോൾ. ത്രില്ലറാണ്, പക്ഷെ കൂടുതൽ പറയത്തില്ല. ആളുകൾ പോയി അത്ര റേഞ്ച് ഇല്ല. കൊള്ളാം, അടിപൊളി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ കാതോട് കാതൊരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു മർഡർ മിസ്റ്ററി, അത് സോൾവ് ചെയ്യുന്നത് നമ്മുടെ നായകൻ ആസിഫ് അലിയാണ്. പക്ഷെ നന്നിട്ട് ആ സിനിമയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതെല്ലാം മേക്കിങ്ങും ബ്ലെൻഡ് ചെയ്ത രീതിയിലാണ്. ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. മമ്മൂട്ടി ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, കൊള്ളാം, നന്നായിട്ട്. ഒരുപാട് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കൊള്ളാം. എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു പടമായിരുന്നു. എന്താ പറയാ, ജോഫിൻ ടി ചാക്കോ ഫ്രീസിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന പടം. അവര് പറഞ്ഞതെല്ലാം ഇത് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗസ്റ്റ് റോള് പ്രതീക്ഷിച്ച ആരും വരണ്ട, അങ്ങനെ വലുതായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ക്രൈം, 1985 നടക്കുന്ന ഒരു ക്രൈമാണ് അത്. കുറെ കാലങ്ങൾക്ക് ശേഷം തെളിയുന്ന കേസാണ്. അത് അവർ കൊണ്ടുവരണേ. കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്. സ്റ്റോറി മോഡിലാണ് പോകുന്നത് പടം. കുഴപ്പമില്ല, കൊള്ളാം. പെർഫോമൻസ് ഓക്കെയാണ്, നല്ല പെർഫോമൻസ് ആണ്. പെർഫോമൻസിനായിട്ട് ആസിഫ് അലി പറയണ്ട, ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം പുള്ളി ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അനശ്വര ബാക്ക് ആൻഡ് സ്റ്റോറിയാണ് പുള്ളിയെ കാണിക്കുന്നത്. കുറച്ച് സമയത്തേ ഉള്ളൂ, പക്ഷെ ഉള്ള റോള് പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ വാച്ച് പടമാണ്. പെർഫോമൻസും നല്ല കിടലായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ലൈക്ക് അയാളുടെ ലാസ്റ്റ് പ്രീസ്റ്റ് പടത്തിനായിട്ടും കിടലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ്, നല്ലൊരു ഫീൽ ഉണ്ട് സിനിമ. എന്ന് വെച്ചാൽ ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണെങ്കിൽ നമുക്ക് ട്വിസ്റ്റുകൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആരാ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ബട്ട് നല്ല രീതിയിൽ എടുക്കും. പെർഫോമൻസിലാണ് കളി. പിന്നെ നല്ല റൈറ്റിംഗ്, നല്ല അടിപൊളിയായിട്ട്. പെർഫോമൻസിലാണ് ആസിഫ് അലിയും അനശ്വരയൊക്കെ കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗിലാണ്. പടം കൊള്ളാം, ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ഗ്രിപ്പിംഗ് ആയിട്ട്, അതായത് ആ ഒരു ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്ത് പോകുന്നതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും അത് ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസ് നന്നായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ആസിഫ് അലി, മനോജ് കെ ജയനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കാലഘട്ടം കാണിക്കുന്ന ഒരു VFX ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് മാത്രം അത്ര വർക്ക്ഔട്ട് ആയില്ല. പക്ഷേ ഒരു ഓൺ ദ ഹോൾ ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ടാണ്. നല്ല പടം, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എൻഗേജിംഗ് ആണ്, മടുക്കത്തില്ല. നല്ല പടം ഉണ്ടെന്ന് പറയാം. എക്സ്പെക്ട് ചെയ്യത്തില്ല, കുറച്ച് നന്നായി എടുത്തിട്ടുണ്ട്. ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഡീസന്റ് വാച്ച്. ആദ്യമായിട്ടാണ് ആസിഫ് അലി സിനിമ ഫസ്റ്റ് ഷോ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് പുള്ളി ഇഷ്ടമാണെങ്കിലും ഫാൻസ് അങ്ങനെ ഫസ്റ്റ് ഷോ അങ്ങനെ വരാറില്ല. ഈ സിനിമ ഞാൻ അനൗൺസ് ചെയ്ത ടൈം തൊട്ടേ, ആ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ തൊട്ടേ പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് വർക്കിൻ്റെ ഇടയിൽ ഇറക്കി വന്ന് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെഗറ്റീവ് വരാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് എല്ലാവരുടെയും അഭിപ്രായം വെച്ചിട്ട് കോമൺ ആയിട്ട് പറയുന്നതല്ല. അതിനുള്ള അങ്ങനെ മോശമായിട്ടൊന്നും അതിൽ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BGM ഗംഭീരമായിട്ടുണ്ട്. മേക്കിംഗ് ആയാലും നമ്മുടെ ഈ ഒരുപാട് ട്വിസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കാതെ ഒരു നോർമലായിട്ട് ഭീകര ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എടുത്ത കാര്യം നീറ്റായിട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഈ പല സിനിമകളും കണക്ട് ചെയ്ത രീതി, 80s 90s സിനിമകൾ കണക്ട് ചെയ്ത രീതി, അത് തരുന്ന ഇമ്പാക്റ്റ് നന്നായിരുന്നു. ആസിഫ് അലി ഞാൻ പറഞ്ഞില്ലേ, അസോഷ്യൽ പുള്ളി പിന്നെ പോലീസ് റോളിൽ കയറുമ്പോൾ പുള്ളിക്ക് ഒരു എക്സ്ട്രാ എനർജി ഉണ്ട്. അത് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും കൊള്ളാം. പിന്നെ അനശ്വര രാജൻ നേരത്തെ പറഞ്ഞില്ല, അനശ്വര രാജൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി നേരിലായാലും ഇതിലായാലും ഒരു ഭയങ്കര പ്ലസന്റ് ആണ്. വന്ന് നിൽക്കുമ്പോൾ സ്ക്രീനിൽ ആഹാ ഇവരാണല്ലോ എന്നൊരു തന്നെ. മൂവി നന്നായിരുന്നു, നല്ല പടമായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. പസഫിക്ക പിന്നെ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്.
എല്ലാരും മനോജ് ചേട്ടൻ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാ, എല്ലാരും കാണണം. നല്ല മൂവിയാ. എടുത്തു പറയാനുള്ളത് ഡയലോഗ്സ് വളരെ കുറവുള്ള സിറ്റുവേഷൻസിൽ അവരുടെ മാനറിസംസ് നന്നായിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മേ ബി എവിടെയൊക്കെ കേട്ട കഥ പോലെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കാണല്ലേ. വെർത്താണ്.